നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇത് ഒരു വിശദമായ റിവ്യൂ അല്ല. നാളെ നമ്മൾ റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ ഷിയാബ് സാർ ഒത്തു ചെയ്യും. ഇത് ഒരു ക്യുക്ക് റിവ്യൂ ആണ്. ക്യുക്ക് റിവ്യൂ കളി കണ്ടപാടെ ആ ഒരു ആവേശത്തിൽ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അങ്ങ് പറയുകയാണ്. ഓ ഓ മെസ്സിയെ ചെറുതായി കാണാൻ ഇംഗ്ലണ്ടിൻ്റെ മുൻതാരങ്ങൾക്ക് ഭയങ്കര ആവേശമായിരുന്നല്ലോ. മെസ്സിയെ ഉറക്കിക്കെടുത്തു വന്ന ഒരാൾ ഈ അർജന്റീന ഡിഫൻസിലൂടെ ഞങ്ങൾ 2 ഗോൾ എന്തായാലും അടിക്കുമെന്ന് മറ്റൊരാൾ, മെസ്സി വെറുതെ നടക്കുകയുള്ളൂ എളുപ്പത്ത് പൂട്ടാമെന്ന് വേറൊരാൾ. എടോ, ഇത് മെസ്സിയാണ്. ഇംഗ്ലണ്ടുകാർക്ക് ശരിക്കും മെസ്സിയുടെ ചൂടെന്താണെന്ന് മനസ്സിലായി. മെസ്സി ആരാണെന്നും മനസ്സിലായി. ഇംഗ്ലണ്ടിനെതിരെ മെസ്സിയുടെ ആദ്യ മത്സരമായിരുന്നല്ലോ. ഇംഗ്ലീഷുകാരത് ശരിക്കറിഞ്ഞു. മെസ്സി എന്ന വിസ്മയം എന്താണെന്ന് കണ്ടറിഞ്ഞ് കണ്ണു തള്ളിപ്പോയി ഇംഗ്ലണ്ടിൻ്റെ ഈ നിരക്ക് എന്ന് തന്നെ പറയണം. ഒരു ഗോളിൻ്റെ ലീഡും പിടിച്ചിട്ട് അത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പോയ തോമസ് ടൂഖലിൻ്റെ സംഘത്തിന് എന്തു പറയാനാണ്. 19 മിനിറ്റിലാണ് ആ ഒരു ഗോൾ വരുന്നത്. പിന്നെയും ഒരുപാട് സമയമുണ്ട്. മെസ്സി മറുഭാഗത്ത് കളിക്കുന്നുണ്ട്. അതുവരെ വല്ലാതൊന്നും കളിയിൽ ഇൻവോൾവ് അല്ല മെസ്സിയും തോന്നി. മെസ്സിയെ അവർ പൂട്ടിയെന്ന് തോന്നി. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് മെസ്സി കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന കാഴ്ച, അദ്ദേഹം ബോൾ സ്വീകരിച്ച് പെനാൽറ്റി ബോക്സിലൂടെ നീക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാഴ്ച, അത് അദ്ദേഹം നിരന്തരം തുടർന്നു. ക്രോസുകൾ ഇങ്ങനെ മൂളിപ്പറന്നു വന്നു. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോയതാ പിക്ഫോർഡിൻ്റെ സേവും പോസ്റ്റിനടിച്ച് ഒക്കെ ആയിട്ട് രക്ഷപ്പെട്ടു നിന്നല്ലേ. പക്ഷേ മെസ്സി എല്ലാം കൃത്യമായിട്ട് കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഷോർട്ട് കോർണർ, അതിനെ തുടർന്ന് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാസിൽ നിന്നാണ് ഇയാൻസോയുടെ വെടിച്ചില് ഗോൾ വന്നത്. കഴിഞ്ഞോ? ഇവിടെ കഴിയുന്ന കളി ഇഞ്ചുറി ടൈമിലേക്ക് പോകുമ്പോൾ മെസ്സിയുടെ മറ്റൊരു മാസ്മരികമായിട്ടുള്ള ബോൾ, അതിൽ നിന്ന് ലൗട്രോ പന്ത് വലയിലേക്ക്. യെസ്, ഇതാടോ മെസ്സി. നിങ്ങൾ കണ്ടതല്ല, നിങ്ങൾ മനസ്സിലാക്കിയതല്ല, അതിനപ്പുറമാണ് ഈ വിസ്മയം. 2-1 വിജയം അർജന്റീന നേടുമ്പോൾ ഗോൾ അടിച്ചത് എൻസോ ഫെർണാണ്ടസും ലൗട്രോ മാർട്ടിനസുമാണെങ്കിൽ 2 അസിസ്റ്റും കൊടുത്തത് ലിയോ മെസ്സിയാണ്. മറുഭാഗത്ത് ആന്റണി ഗോർഡനാണ് ഇംഗ്ലണ്ടിനായിട്ട് ഗോൾ നേടിയിരുന്നത്. അർജന്റീനയുടെ ആദ്യ ലെവലിൽ മാറ്റമുണ്ടായിരുന്നു. ഹുലിയാനോ സിമിയോണിയെ ഇറക്കി. റോഡ്രിഗോ ഡിബോൾ ഒരൽപ്പം ഫോം മങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ ഒരു മാറ്റം കൊച്ചു വരുത്തിയതാണ്. അവരുടെ 11 എമിലിയാനോ മാർട്ടിനസും നാഹുൽ മൊളീനയും ക്യൂട്ടി റൊമേറയും ലിച്ചാൻഡ്രോ മാർട്ടിനസും നിക്കോളാസ് ടാഗ്ലിയഫിക്കോയും ലിയാൻഡ്രോ പെരേഡസും ഹുലിയാനോ സിമിയോണിയും എൻസോ ഫെർണാണ്ടസും അലക്സിസ് മക്കലിസ്റ്ററും ഹുലിൻ ആൽവാരസും ലിയോ മെസ്സിയും ഇറങ്ങിയപ്പോൾ മറുഭാഗത്തും മാറ്റങ്ങളുണ്ടായിരുന്നു. പിക്ഫോർഡ് ഗോൾ കീപ്പറായിട്ട് വന്നപ്പോൾ റീസ് ജെയിംസ്, സ്റ്റോൺസ്, ഗുയി, സ്പെൻസ് എന്നിവർ ഡിഫൻസിൽ, പിന്നെ ഡെക്ലാൻ റൈസും അതുപോലെ എലിയറ്റ് ആൻഡേഴ്സിനും മധ്യനിരയിൽ, റോജേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ കൊടുന്നു. കഴിഞ്ഞ കളിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ നന്നായി കളിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിച്ചത്. ഒപ്പം ബെല്ലിംഗാമും ഗോർഡനും ഹാരി കെയ്നും. അങ്ങനെ ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ തീർത്തും വിരസമായിട്ടുള്ളൊരു ആദ്യ പകുതി എന്ന് പറയേണ്ടി വരും. നല്ല വിഗ്രസ് ആയിട്ടുള്ള ഫൗളുകൾ നമ്മൾ കണ്ടു. കുറച്ചുകൂടി അർജന്റീനയാണ് കൂടുതൽ ഫൗളുകൾ ചെയ്തത് ആദ്യ പകുതിയിൽ. 2 ടീമിനും ഒരു ബിഗ് ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മത്സരം, ഓൺ ടാർഗറ്റിലേക്ക് ഷോട്ടുകൾ വരാത്ത ഒരു മത്സരം. അങ്ങനെയാണ് ആദ്യ പകുതി കടന്നുപോയത്. പ്രത്യേകിച്ചൊരു ഇൻറ്റൻസിറ്റി 2 ഭാഗത്തും കണ്ടില്ല. പക്ഷേ 2ാം പകുതിയുടെ തുടക്കത്തിൽ ഇംഗ്ലണ്ട് ഗോൾ അടിക്കണം എന്ന് ഉറപ്പിച്ച പോലെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു ഗോൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ 55-ാമത്തെ മിനിറ്റിൽ റോജേഴ്സിൻ്റെ ക്രോസിൽ നിന്നാണ് അനായാസം ഗോർഡൻ പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഒരു ബൈസിക്കിളിലൂടെ ബോൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു ഭാഗത്ത് അർജന്റീന ഡിഫൻഡർ ചെയ്തു. അതൊക്കെ പാളി. പിന്നെ റോജേഴ്സ് അത് അനായാസം ഇങ്ങോട്ടേക്ക് ക്രോസ് കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് മോളിനൊക്കെ അത് തടയാനും കഴിയാതെ പോയി. അനായാസം ഗോർഡൻ പന്ത് വലയിലേക്ക് എത്തിച്ചു. ഇനി എന്തെന്നുള്ള ചോദ്യമായിരുന്നു. അർജന്റീന തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നിക്കോ ഗോൺസാലസ് കളിക്കളത്തിലേക്ക് വന്നു. പരേഡ്സ് പിൻവലിച്ച് നിക്കോ ഗോൺസാലസിനെ കോച്ച് കളിക്കളത്തിലേക്ക് വിട്ടു. ഒരു ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണത്. ഏതാ അർജന്റീന അറ്റാക്കിങ്ങിലേക്ക് കൂടുതൽ പോകുമ്പോൾ ഇംഗ്ലണ്ട് അപ്പോൾ മുതൽ തന്നെ ഡിഫൻസിലേക്ക് പോകുന്നു. അവരൊരു ഗോൾ അടിച്ചതിന് ശേഷം പിന്നെ മര്യാദക്കൊരു നീക്കം അർജന്റീനയുടെ ഭാഗത്തേക്ക് നടത്തില്ല. എന്നാൽ അർജന്റീന നിരന്തരം നീക്കങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ വീണ്ടും ഗോർഡനെ പിൻവലിച്ചുകൊണ്ട് കോൻസെ ഇറക്കിക്കൊണ്ട് തുഷൽ ഡിഫൻഡ് ചെയ്ത് നിൽക്കാൻ തന്നെയാണ് തൻ്റെ പ്ലാൻ എന്ന് തെളിയിക്കുകയായിരുന്നു. അർജന്റീന നിരന്തരം ഇങ്ങനെ നീക്കങ്ങളുമായിട്ട് വരുന്നു. ക്രോസുകൾ പല ഭാഗത്തും വരുന്നു. ഗോൾ മണമുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ടും ഇംഗ്ലണ്ട് അതൊന്ന് പൊട്ടിച്ച് തിരിച്ച് ഇങ്ങോട്ടൊന്ന് നീക്കം ഉണ്ടാക്കാൻ വേണ്ട വിധത്തിൽ ശ്രമിച്ചില്ല. 72-ാമത്തെ മിനിറ്റിൽ മൊണ്ടിയിൽ വന്നു, ഡീപോൾ വന്നു, പിന്നെയും കളി ഓട്ടോമെൻറ്റിയും വന്നു. പിന്നെയും കളി മുന്നോട്ട് പോയപ്പോൾ ലൗട്രോയെ കൂടി കോച്ച്, അതും ടാഗ്ലിയഫിക്കോയെ പിൻവലിച്ചാണ് ലൗട്രോയെ വിടുന്നത്. എന്ന് പറഞ്ഞാൽ ഡിഫൻഡർ പിൻവലിച്ച് അറ്റാക്കിങ്ങിന് ആളെ വിടുകയാണ്. അത് പറഞ്ഞാൽ കളി ജയിക്കണം, അത് തന്നെയാണ് എങ്ങനെയും ഗോള് അടിച്ച് തിരിച്ചു പിടിക്കണം എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടാണ് അവിടെ സ്കലോനി കാര്യങ്ങൾ ചെയ്തത്. എന്താ മറുഭാഗത്തോ ബേണിനെ ഇറക്കുന്നു, അതുപോലെ റൈസിനെ പിൻവലിച്ച് ഒറീലി ഇറക്കുന്നു. അങ്ങനെ ടുഷലിൻ്റെ ഭാഗത്ത് നിന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനുള്ള അവരുടെ പ്ലാൻ ഒന്നുകൂടി വ്യക്തമാക്കുന്നു. അവിടെ
നിരന്തര ശ്രമങ്ങൾ, മെസ്സിയുടെ കിടിലൻ ബോളുകൾ പെനാൽറ്റി ബോക്സിലേക്കൊക്കെ വരുന്നു, വലയിലേക്ക് പോകുന്നില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് ഒരു ഷോർട്ട് കോർണറിനെ തുടർന്ന് ലിയോ മെസ്സി കൊടുത്ത പന്തിൽ നിന്ന് വെടിച്ചില്ല് ഷോട്ട്. എൻസോയുടെ ആ ഷോട്ടിനെ എങ്ങനെ വിശേഷിപ്പെടുന്ന എനിക്കറിയില്ല. ഒരു മുഴുനീള ഡൈവൊക്കെ ചെയ്ത് നോക്കി പിക്ഫോർഡ്, എവിടെ കിട്ടാനാണ്. അതിലൊരു ഷോട്ടായിരുന്നു അത്. വല അങ്ങ് തുളച്ചു കയറി 1-1. എന്നിട്ട് ആരാധകരുടെ നേരെ പോയിട്ട് ശബ്ദമുണ്ടാക്കാൻ പറഞ്ഞ് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു എൻസോയുണ്ട്. അവിടെ നിന്നൊരു ആവേശവും ഊർജ്ജം കൊടുക്കുന്ന ആരാധകരുണ്ട്. ലിയോ മെസ്സി ആരാധകരുടെ യെസ് വീണ്ടും ഇനിയും ഉയരത്തിൽ ഇനിയും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ വേണ്ടി പറയുന്നത്. അതിൽ നിന്ന് ആവേശവും ഊർജ്ജവും ഉൾക്കൊള്ളുന്ന അർജന്റീനയെ നമ്മൾ കണ്ടതെങ്കിൽ ഇംഗ്ലണ്ട് ആകെ പാനിക്കായി പോയി. ആ ഗോൾ വന്നതോടുകൂടി ഇംഗ്ലണ്ടിന്റെ പ്ലാൻ ആകെ തെറ്റിപ്പോയി. ഡിഫൻഡർമാരെയൊക്കെ ഇറക്കി വെച്ചിരിക്കല്ലേ, ആകെ തെറ്റിപ്പോയി. അർജന്റീന വീണ്ടും നീക്കങ്ങളിലേക്ക്. മെക്കലിസ്റ്ററുടെ ഒരു ഷോട്ട് പോസ്റ്റ് അടിച്ചു പോകുന്നു. അങ്ങനെ വരുന്നുണ്ടായിരുന്നു, അടുത്ത ഗോളും വരുന്നുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ കാണുന്നത് മനോഹരമായിട്ടുള്ളൊരു ബോൾ ലയണൽ മെസ്സി പെനാൽറ്റി ബോക്സിലേക്ക് കൊടുക്കുന്നു. അവിടെ അത് കൃത്യമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ലൗതരോ മാർട്ടീനസ് യെസ് ഇഞ്ചുറി ടൈം 9 മിനിറ്റാണ് കൊടുത്തിരുന്നത്. അതിലെ തുടക്കത്തിൽ തന്നെ ലൗതരോ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. തീർന്നു, ഇംഗ്ലണ്ടിൻ്റെ കാര്യം അവിടെ തീർന്നു. പിന്നെ ഇംഗ്ലണ്ട് തിരിച്ചടിക്കാൻ ശ്രമങ്ങളൊക്കെ നടത്തി. അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിരുന്നു. കാരണം എന്താ അറിയോ, പിന്നെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ലല്ലോ. കാരണം അവർ ഇവാൻ ടോണിയെയും റാഷ്ഫോർഡിനും ഒക്കെ അവസാനം ഇറക്കിയിട്ട് എന്ത് കാര്യം ഉണ്ടാവാനാണ്. ഇതൊക്കെ നേരത്തെ ചെയ്യണമായിരുന്നു. ഒറ്റ ഗോൾ മാർജിനിലേ കടിച്ചു തൂങ്ങാൻ പോയി എങ്ങനെ ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ പേര് കേട്ട ഇംഗ്ലീഷ് നിര. ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ ഒരു ഗ്യാപ്പ്. അതായത് അർജന്റീനയും ഇംഗ്ലണ്ട് തമ്മിൽ എന്തോ മഹാവ്യത്യാസമുണ്ട്, ഇംഗ്ലണ്ട് എന്തോ മഹാസംഭവമാണെന്ന് പലരും പറഞ്ഞു വരുത്തുമ്പോൾ അങ്ങനെയല്ല എന്ന് നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ വിശദമായിട്ട് ഒരു അരമണിക്കൂർ വീഡിയോ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇട്ടിരുന്നു. അത് തന്നെ സംഭവിച്ചു. അങ്ങനെ മഹാസംഭവമൊന്നുമല്ല ഇംഗ്ലണ്ട് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. മെസ്സിയാണോ ഇത്? മെസ്സി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾ ഡിഫൻഡ് ചെയ്യുന്ന പണി കിട്ടും. പണി പാലും വെള്ളത്തിൽ കിട്ടും. മെസ്സിയുടെ ചൂട് ശരിക്കും അറിഞ്ഞില്ലേ? ഇംഗ്ലണ്ടിന്റെ മുൻ താരങ്ങളൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. ദിസ് ഈസ് ലിയോ മെസ്സി, ദിസ് ഈസ് അർജന്റീന. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ഇടുക.